ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരാണ്. നല്ല രീതിയിൽ നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂസ് ലഭിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അതും വളരെ നല്ല രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് ലഭിക്കുന്നില്ല. അപ്പോൾ എത്ര പേർക്കറിയാം YT സ്റ്റുഡിയോയിൽ യൂട്യൂബ് തന്നെ നമുക്കൊരു ടൈം കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴാണോ നമ്മുടെ യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അവർ ഏത് ടൈമാണ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് എന്ന് യൂട്യൂബ് തന്നെ നമുക്ക് YT സ്റ്റുഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൂടാ എങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എവിടെയാണ് YT സ്റ്റുഡിയോയിൽ ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് എന്ന്. അതിനു മുൻപായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതുപോലെ ഹൈപ്പും തരാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇനി YT സ്റ്റുഡിയോയിൽ എവിടെയാണ് ആ ഒരു ടൈമിംഗ് ഗ്രാഫ് യൂട്യൂബ് കാണിച്ചു തരുന്നത് എന്ന് സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി നോക്കാം. ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ആ ഒരു ഗ്രാഫിനെ പറ്റി പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം. നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരേ കണ്ടന്റിൽ നിന്നുകൊണ്ട് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്തു, നാളെ ഒരു ട്രാവലിംഗ് വീഡിയോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ബ്യൂട്ടി ടിപ്സോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ആണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ഒരു മിക്സഡ് കണ്ടന്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരേ കണ്ടന്റിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ ഒരു കണ്ടന്റും ലോങ് വീഡിയോസിൽ മറ്റൊരു കണ്ടന്റും ചെയ്യാവുന്നതാണ്. അല്ലാതെ അതിൽ മറ്റു കണ്ടന്റുകൾ മിക്സ് ചെയ്ത് അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. അങ്ങനെ വരുന്ന സമയത്ത് യൂട്യൂബിന് നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ഒരു ടൈം കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇന്ന് നിങ്ങൾ വൈകുന്നേരം 6 മണിക്കാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, നാളെ ഉച്ചയ്ക്ക് ചെയ്യുന്നു, മറ്റന്നാൾ രാവിലെ ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വൈകുന്നേരം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കുക. ആ സമയത്താണോ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എങ്കിൽ പിറ്റേ ദിവസവും അതേ ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 4-5 ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്തു, നമുക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ടൈം ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. ഉച്ചയ്ക്കോ രാവിലെയോ ഒക്കെ നിങ്ങൾ മാറി മാറി തുടക്കക്കാർക്കാണ് അപ്ലോഡ് ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് വ്യൂസ് കിട്ടുകയാണെങ്കിൽ ആ ടൈം തന്നെ കീപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് YT സ്റ്റുഡിയോയിൽ, അതായത് ഒരു കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് തന്നെ നമുക്കൊരു ടൈമിംഗ് ഗ്രാഫ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണോ കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ടൈമിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയും നമ്മുടെ വീഡിയോസ് വൈറൽ ആവുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയായിട്ട് ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ തൊട്ട് താഴെയായിട്ട് മന്ത്ലി ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലാസ്റ്റ് 28 ഡേയ്സിൽ നിങ്ങൾക്ക് എത്ര വ്യൂസ് ആണോ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ളത് അതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി തൊട്ട് താഴെ ഓഡിയൻസ് വാച്ച് ബിഹേവിയർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ പുതുതായിട്ട് എത്ര വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്, നോർമൽ വ്യൂവേഴ്സ് എത്ര പേരാണ്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് എത്ര പേരാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഗ്രാഫും കാണാം. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് യൂട്യൂബിൽ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾക്ക് അവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഗ്രാഫിൽ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ വ്യൂവേഴ്സ് ഏത് ടൈമിലാണോ കൂടുതലായിട്ട് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ സൈഡിലായിട്ട് കാണുന്നത് ടൈം. ഇനി ഇവിടെ നമുക്ക് 3 ലൈന് കാണാനായിട്ട് സാധിക്കും. ഒരു ലൈറ്റ് ലൈന്, അതായത് ലൈറ്റ് ലൈൻ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ വ്യൂവേഴ്സ് ആ ടൈമിൽ ആക്റ്റീവ് അല്ല, വളരെ കുറച്ച് മാത്രമാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്.
അപ്പോൾ അതുവഴി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ ഒരു ടൈമിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വളരെ കുറച്ച് വ്യൂസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്തത് പറഞ്ഞാൽ ലൈറ്റ് ഡാർക്ക്. ആ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിരിക്കില്ല, വളരെ കുറച്ചു മാത്രമായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഡാർക്ക് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഏത് ടൈമിലാണോ ഡാർക്ക് ലൈൻ കാണിക്കുന്നത് ആ ടൈം നിങ്ങൾ കീപ്പ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലൈറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സ് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ഡാർക്ക് കളർ കാണും, അതിലും നമ്മുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിരിക്കില്ല. ഡാർക്ക് ലൈൻ ഉള്ളിടത്ത് മാത്രം, ഏതൊക്കെ ദിവസങ്ങളിലാണോ ഡാർക്ക് ലൈൻ ഉള്ളത് ആ ദിവസങ്ങളിൽ ഏത് ടൈമാണ് നിങ്ങളുടെ വ്യൂവേഴ്സ് ആക്റ്റീവായി ഇരിക്കുന്നതെന്ന് നോക്കുക. ആ ടൈം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടൈം കീപ്പ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഏതൊക്കെ ദിവസങ്ങളിൽ ആണോ ഒരുപോലെ നിങ്ങളുടെ വ്യൂവേഴ്സ് ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത്, അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കീപ്പ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പുതിയ ഒരു ചാനൽ തുടങ്ങിയവരായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തവർക്കും ഈ ഒരു ഗ്രാഫ് കാണാനായിട്ട് കഴിയില്ല. നിങ്ങൾ ഒരു 4-5 മാസം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ഇനി വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാം. ആ ഒരു ഗ്രാഫ് നോക്കിയതിന് ശേഷം ടൈം കീപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.